ഇത് മണ്ണിൽ അലിയാത്ത ബോട്ടിൽ, ഇത് മണ്ണിൽ അലിയുന്ന ബോട്ടിൽ. എങ്ങനെ? ഇത് സാധാ ബോട്ടിൽ, ഇത് ബയോഡിഗ്രേഡബിൾ. ഇങ്ങനെയുണ്ടോ? അതെ. ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ആണോ വരുന്നത്? അതെ. ഇവിടെ മാനുവൽ പരിപാടി ഒന്നും ഇല്ല. ഇല്ല. ടയോട്ടേക്ക് വന്നത് ഹോൾഡറിലേക്ക് മെഷീൻ തന്നെ മാറ്റിയിടും. ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഓരോന്ന് വരുന്നതിനനുസരിച്ചിട്ട് മെഷീൻ തന്നെ ഇതിനെ ബോട്ടിൽ പൊക്കുന്നു, തട്ടി പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിലും വെള്ളം നിറച്ചു കൊടുക്കാം. അത് ചെറിയ പൈസ വരുള്ളൂ. ഇത് ഇതുവരെ നമ്മുടെ കേരളത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇതും വെള്ളത്തിന്റെ ഉപ്പ് തന്നെയാണോ? ഇത് വെള്ളത്തിന്റെ ബോട്ടിലാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഈ കാറ്ററിംഗുകാരൊക്കെ പറയും ഈ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒന്നും വേസ്റ്റ് ഉണ്ടാവില്ല, ഒക്കെ വിട്ട് കൊണ്ടുപോകും. ഈ ബോട്ടിന്റെ ഒരു പ്രത്യേകത, ഇത് ഞങ്ങൾ കേരളത്തിലെ 4 എയർപോർട്ടിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. F0 എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ ഈ കാണുന്ന ക്രിസിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ 2 ബോട്ടില്. സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലേ? ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് വലിയൊരു പ്രശ്നക്കാരനൊന്നും അല്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ മുന്നിലേക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മണ്ണിന് ഒരു ദോഷവും ചെയ്യാത്ത രീതിയിലും ഇതേപോലുള്ള ബോട്ടിലുകൾ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ കാണുന്ന ക്രിസിൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ, ഇത് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, എത്രമാത്രം ഇതിനെ ഗുണങ്ങളുണ്ട് ഒക്കെ നമ്മൾ അറിയാൻ പോവാണ്. നേരെ ക്രിസിലിന്റെ വിശേഷങ്ങളിലേക്ക്. ക്രിസിൽ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹെഡ് ആയിട്ടുള്ള ഷഫാനിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഷഫാനി, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? നമ്മൾ 2014 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 11 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 11 വർഷം കഴിഞ്ഞു അല്ലേ? നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്താണ് ശരിക്കും? സാധാരണ നമ്മൾ കാണുന്ന ബോട്ടിലൊക്കെ പ്രകൃതിക്ക് ദോഷമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ബയോഡീഗ്രേഡബിൾ ബോട്ടിലാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? അത് പ്രകൃതിക്ക് ചേരുന്നതാണ്, മണ്ണിൽ അലിയുന്ന തരത്തിലുള്ള ബോട്ടിലുകളാണ്. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടിലുകൾ അല്ലേ? അതെ. ഓക്കെ, ഇതെന്തായാലും എനിക്ക് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ കാണുന്നുണ്ട്. കാരണം ഇന്ന് കേരളത്തിൽ പലരും ഇങ്ങനെ ഒരു ബോട്ടിൽ നിർമ്മിക്കുന്ന അറിഞ്ഞിട്ടില്ല. ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. തീർച്ചയായും. സാധാരണ നമ്മൾ ബോട്ടിൽ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നത് പ്രീഫോംസ് ആണ്. അതെ, ഇവിടെ നമ്മൾ പ്രീഫോംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ബയോഡീഗ്രേഡബിൾ പ്രീഫോംസ് ആണ്. ഇതിലാണ് ഒരു വ്യത്യാസം വരുന്നല്ലേ? അതെ. ഓക്കെ, ഇത് ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ പ്രീഫോംസ് ഹോപ്പറിലേക്ക് ഇടും. ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ആണോ വരുന്നത്? അതെ. സാധാരണ നമ്മൾ കാണുന്ന എല്ലാം മാനുവലി ചെയ്യുന്നതാ കാണുന്നത്. ഇവിടെ മാനുവൽ പരിപാടി ഒന്നും ഇല്ല. ഇല്ല. ഇതിനുശേഷം ഈ പ്രീഫോം കൺവെയർ വഴി മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയി അത് ലോഡറിലേക്കാണ് വന്ന് ചേടുന്നത്. ഈ ലോഡറിലേക്ക് വന്ന് വീഴുന്ന ഈ പ്രീഫോം എങ്ങനെ വീണാലും ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? അതെ. ഇത് അതിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ എങ്ങനെ വീണാലും പ്രീഫോം സ്ട്രൈറ്റ് ആയിട്ട് വന്നാണ്ട് അത് താഴേക്ക് വരും. താഴോട്ടേക്ക് വന്നത് ഹോൾഡറിലേക്ക് മെഷീൻ തന്നെ മാറ്റിയിടും. അത് ശരി. ഇവിടെ നമ്മൾ ഒരാളെ എടുത്ത് വെച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ഹോൾഡർ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് മെഷീൻ്റെ ഉള്ളിലേക്ക് പോകും. മെഷീൻ്റെ ഉള്ളിൽ നമ്മൾക്കൊരു ഹീറ്റ് ആവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഹീറ്റായിട്ട് അത് നേരെ ഡൈൻ്റെ ഉള്ളിലേക്ക് വരും. ഏത് ടൈപ്പിലുള്ള ഡൈ ആണോ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രീഫോം വന്ന് എയർ പ്രഷർ കൊടുക്കും. എയർ പ്രഷർ കൊടുത്ത് നമ്മളത് ബോട്ടിലായിട്ട് പുറത്തേക്ക് വരുന്നു. ഇത് പുറത്തേക്ക് വന്നിട്ടും ഇവിടെ എടുക്കാൻ ഒരാൾ ആവശ്യമൊന്നുമില്ല. ഇല്ലല്ല, മെഷീൻ തന്നെ അതിനെ പുറത്ത് തട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഓരോന്ന് വരുന്നതിനനുസരിച്ചിട്ട് മെഷീൻ തന്നെ ഇതിനെ ബോട്ടിൽ പൊക്കുന്നു, തട്ടി പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇവിടെയാണ് ഇനി ഒരാളുടെ ആവശ്യം വരുന്നത് അല്ലേ? അത് പിന്നെ ബോട്ടിൽ പുറത്തേക്ക് വന്ന് നമ്മൾ പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ആൾക്കാരുണ്ടായാൽ മതി. ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു ബണ്ടിലാക്കി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ ബണ്ടിലും എത്ര ബോട്ടിൽ വെച്ചിട്ടാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഓരോ ബോട്ടിലിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. 500 ml ഒക്കെ ആണെങ്കിൽ 170 പാക്ക് ചെയ്യും. 300 ml ആകുമ്പോൾ നമ്മൾ 200, 220 ആ റേഞ്ചിൽ പാക്ക് ചെയ്യും. അത് ഓരോ സൈസിനനുസരിച്ചിട്ടാണ് ആ ഒരു പാക്കിംഗ് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ക്രിസലിന്റെ മാനേജിംഗ് ഡയറക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പോവാണ്. ഷാരൂഖാണ് ഇപ്പം കൂടെ ഉള്ളത്. ഷാരൂഖ്, എന്താണ് ശരിക്കും ഈ ഒരു ബയോഡീഗ്രേഡബിൾ ബോട്ടിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത് പൂർണ്ണമായിട്ട് ഈ ബോട്ടിൽ മണ്ണിൽ അലിഞ്ഞു ചേരും. അത് എത്ര ദിവസം അങ്ങനെ കണക്കുണ്ടോ? 100 days ആണ് CPET പ്രൂവ് ചെയ്തിട്ടുള്ളത്. 100 ദിവസം കൊണ്ട് അത് അലിഞ്ഞു ചേരും. ഇത് ശരിക്കും പ്ലാസ്റ്റിക് അല്ല. ഇതൊരിക്കലും നമ്മൾ ആ ബോട്ടിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് പ്ലാസ്റ്റിക് അല്ല, 100% ബയോഡീഗ്രേഡബിൾ ആണെന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇതിൽ വരുന്ന കണ്ടന്റ് എന്തായിരിക്കും? അതിൽ പ്രധാനമായിട്ട് 2 കണ്ടന്റ്സ് ആണ് വരുന്നത്, കോൺ സ്റ്റാർച്ചും ഷുഗർ കേനും. ഇത് രണ്ടാണ് മെയിൻ കണ്ടന്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് പ്രീഫോം ആണ് അല്ലേ? ഇപ്പൊ വരുന്നത് പ്രീഫോം ആണ്. ഈ പ്രീഫോം തന്നെ നമുക്ക് ഇവിടെ നിർമ്മിക്കാനുള്ള പ്ലാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രീഫോമിന്റെ ഗ്രാനുൽസ് ആണ്. ഗ്രാനുൽസ് വന്നിട്ട് നമ്മൾ പ്രീഫോം ഉണ്ടാക്കും. ഈ പ്രീഫോം ഉപയോഗിച്ചിട്ട് നമ്മൾ ബോട്ടിൽ നിർമ്മിക്കും. ഇപ്പൊ പ്രസന്റ്ലി ഞങ്ങൾ ബയോഡീഗ്രേഡബിളിന്റെ പ്രീഫോം കൊണ്ടുവരുന്നു, ബോട്ടിൽ നിർമ്മിക്കുന്നു. അതാണ് ചെയ്യുന്നത്. അത് വലിയൊരു പ്ലാന്റ് വേറെ ഇപ്പൊ വരാൻ പോവാണ് അല്ലേ? ഇനി ക്രിസലിന്റെ ബോട്ടിലുകൾ നമ്മൾ പരിചയപ്പെടാൻ പോവാണ് അല്ലേ ഷാരൂഖ്? നിങ്ങൾ ക്രിസ്റ്റലിന്റെ ഈ ഒരു ബോട്ടിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്.
ഇത്ര നേരം നമ്മൾ സംസാരിച്ചതിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് മോഡൽസ് ബോട്ടിൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് വരുന്നത് പൂർണ്ണമായിട്ട് ബയോഡിഗ്രേഡബിൾ ബോട്ടിലാണ്. ഇതെല്ലാം തന്നെ ഇതൊന്നും തന്നെ പ്ലാസ്റ്റിക് അല്ല. ഇത് ശരിക്കും ഞങ്ങൾക്ക് പാറ്റന്റ് ഉള്ള ബോട്ടിലാണ്. ഇത് ഡിസൈൻ പാറ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ട്രേഡ് മാർക്കും ഉണ്ട്. ഞങ്ങൾക്ക് ഇത് ആർക്കും വേറെ അനുകരിക്കാൻ പറ്റില്ല, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇത് 200 ml ആണ്, ഇത് വരുന്നത് 300 ml. അതിന്റെ കൂടെ വലുതാണ് ഇത് 500 ml. ഇത് 1 ലിറ്റർ. ഈ ബോട്ടിൽ മാത്രമല്ല ബയോഡിഗ്രേഡബിൾ, ഈ സ്റ്റിക്കർ, ക്യാപ്പ്, ഇത് മുഴുവനായിട്ട് ബയോഡിഗ്രേഡബിൾ ആണ്. പ്രകൃതിക്ക് യാതൊരു ദോഷം വരില്ല. ആ രീതിയിൽ സ്റ്റിക്കറും ടോപ്പ് അടക്കം നിങ്ങൾ ഈ രീതിയിൽ എല്ലാം ബയോഡിഗ്രേഡബിൾ ആണ്. പൂർണ്ണമായിട്ട് മണ്ണ് അലിഞ്ഞു ചേരും, പ്രകൃതിക്ക് യാതൊരു ദോഷമില്ല. ഈ ഒരു ബോട്ടിലിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? ഇത് അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി സ്പെഷ്യലി ചെയ്ത ബോട്ടിലാണ്. അത് ഇവിടെ ശ്രീരാമന്റെ ഫോട്ടോ, ഇത് അവർ പ്രത്യേകം പറഞ്ഞ് ചെയ്തതാണ്. ക്രിസലിന്റെ ഞങ്ങളുടെ ലോഗോ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 ലക്ഷം ബോട്ടിലാണ് ഞങ്ങൾ സപ്ലൈ കൊടുത്തുള്ളത്. 1 ലക്ഷം ബോട്ടിലോ? യെസ്, 2 ലോറിക്കാണ്, ടോറസ് ലോറിക്കാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്താ സാധാരണ ബോട്ടിൽ യൂസ് ചെയ്യുന്നില്ല? എല്ലാവരും സംഘാടകർ ഇത് പറയുന്നത് പ്ലാസ്റ്റിക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല, പൂർണ്ണമായി ബയോഡിഗ്രേഡബിൾ തന്നെ വേണം എന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിക്ക് ദോഷമുള്ളതൊന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ശരിക്കും ക്രിസലിനെ തേടി നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ ഈ ബോട്ടില്. പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. ഈ ഗ്ലാസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇത് ചെയ്യുന്നുണ്ട്. ഇത് 300 ml ആണ് വരുന്നത്. അതേപോലെ തന്നെ 500 ഉണ്ട്, ഇതിന്റെ 750 കൂടെ ഉണ്ട്. ഇത് നമ്മൾ വേറെ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ വലിയ ഒരുപാട് ഹോട്ടൽസ് നമ്മളോട് അവരുടെ ബ്രാൻഡ് പ്രിന്റ് അടിച്ചിട്ട് ആവശ്യപ്പെടാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ പാക്കിംഗ് കമ്പൗണ്ട് റൂൾ ഇവിടെ കൊടുക്കും, ഒരു ഭാഗത്ത് അവരുടെ ബ്രാൻഡും കൊടുക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഹോട്ടൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ആൽക്കലൈൻ വാട്ടർ ആണ്. ഇത് 250 രൂപയാണ് ഒരു ബോട്ടിന്റെ പ്രൈസ് വരുന്നത്. ഇത് ഓൺലി ആമസോണിൽ മാത്രമേ നമ്മളിത് സപ്ലൈ ചെയ്യുന്നുള്ളൂ, നേരിട്ട് ഇവിടെ സപ്ലൈ കൊടുക്കുന്നില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഡസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സീരീസ്. നമ്മൾ ഈ ബോട്ടിൽസിന്, ഇങ്ങനത്തെ ബോട്ടിൽസിനാണ് ഞങ്ങൾ കൂടുതലായിട്ട് കസ്റ്റമൈസും ചെയ്യുന്നത്. ഓരോ ആളുകൾക്ക് ഇതിപ്പോ ഇങ്ങനെ ഈ ഇത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അകത്ത് ഇത് കൂടെ കാണും, ക്രിസലിന്റെ പേര് കാണും. അതെ. പിന്നെ ഉള്ളത് നമ്മൾ ഈ ഒരു ഷേപ്പ്. ഇത് ശരിക്കും വെള്ളത്തിന്റെ കളർ അല്ല ബ്ലൂ ട്ടോ, ഇത് ബോട്ടിലിന്റെ കളറാണ് ഈ ബ്ലൂ കളർ വരുന്നത്. അതിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ ഒരു ബ്ലൂ കളറാണ്. അല്ലല്ല, ഇത് വരുന്ന ന്യൂട്രിയൻ വാട്ടർ ആണ്. അങ്ങനെയുണ്ട്. അതെ, ന്യൂട്രിയൻ വാട്ടർ ഉണ്ടല്ലോ. ഇതിനകത്ത് നമ്മുടെ ലോഗോ കാണാം, ന്യൂട്രിയൻ ഇൻഫർമേഷൻ ഇതിനകത്ത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓ അതെ, ഇത് ന്യൂട്രിയൻ വാട്ടർ. ഇത് കുടിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, ന്യൂട്രിയന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു മോഡല് സൈലൻസ് എന്നുള്ള മോഡല്, അതേപോലെ തന്നെ HD. ഇതാണ് ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങിയ ഡിസൈൻ സ്റ്റാർട്ടിങ്. അതെ, ഈ കളർ പാറ്റേൺ ചെയ്തില്ല. ഇത് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഇത് കണ്ടിട്ടുള്ളത്. ഒരുപാട് ആൾക്ക് ക്രിസൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു ഡിസൈനിലൂടെയാണ്, ഈ ഒരു കളറിലൂടെയാണ്. പിന്നെ ഇതിന്റെ ഒരു 200 ml കൂടെ വരുന്നുണ്ട്. അത് 1 ടൈം AC ഉള്ള ഹാളില് ഇപ്പൊ രാത്രിയത്തെ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഈ രാത്രി ശരിക്കും 200 ml ഒരാളോട് കുടിക്കാൻ കഴിയുള്ളൂ ഭക്ഷണത്തിന്റെ കൂടെ. അപ്പൊ നമുക്ക് പല കമ്പനിക്കും 200 ml ഇല്ല, 200 ml ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇൻഡിഗോ എയർലൈൻസിലേക്ക് ഫുഡിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, തിരുവനന്തപുരത്തൊക്കെ സപ്ലൈ ചെയ്യുന്നത്. നിങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്? യെസ്. ഇത് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ ഈ സാധനം ഇത് കിട്ടും, കാണാൻ പറ്റും. ഈ ബോട്ടിന്റെ ഒരു പ്രത്യേകത, ഇത് ഞങ്ങൾ കേരളത്തിലെ 4 എയർപോർട്ടിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ശരി. അതെ, അതും ഈ മോഡലും പിന്നെ ഈ മോഡലും ഈ 500 ml ആണ് നമ്മൾ ചെയ്യുന്നത്. 4 എയർപോർട്ടിലും കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഷേപ്പുള്ള ബോട്ടിലാണ്. ഇതും വെള്ളത്തിന്റെ ഉപ്പ് തന്നെയാണോ? ഇത് വെള്ളത്തിന്റെ ബോട്ടിലാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത് വെള്ളത്തിന്റെയാണോ ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പിന്നെ വലിച്ചെറിയാറില്ല. ഈ കാറ്ററിംഗുകാരൊക്കെ പറയും, ഈ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒന്നും വേസ്റ്റ് ഉണ്ടാവില്ല, ഒക്കെ വീട്ടിൽ കൊണ്ടുപോകും. എല്ലാവരും കൊണ്ടുപോകും. കാരണം ഇതൊരു ഭയങ്കര വെറൈറ്റി ആണല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ ഒരു കുപ്പി കാണുന്നത്. ഇതിന്റെ 500 ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്. പിന്നെ ഉള്ളത് സെലി എന്നുള്ള മോഡൽ. ഇത് ശരിക്കും പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഈ മോഡലാണ് ഇഷ്ടം. നമ്മൾ വല്ല ഈ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ സാമ്പിൾസ് ഒക്കെ എടുത്താണ് ലേഡീസ് ഒക്കെ ഈ മോഡൽ എടുക്കുക. ഷേപ്പ് ഓരോൾക്ക് ഓരോ ഷേപ്പ് ഒരുപാട് മോഡൽ ചെയ്യുന്നുണ്ടല്ലോ. അതെ, ഇത് സെലി എന്നാണ് ഇതിന്റെ പേര്. പിന്നെ ഉള്ളത് നമ്മുടെ എക്കണോമി, ഇപ്പൊ വില കുറഞ്ഞ ബോട്ടിൽ ആവശ്യമുള്ളവർക്കും നമ്മൾ അതിന്റെ എല്ലാ റേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് ബോട്ടിലുകൾ. ഓക്കെ. പക്ഷെ എന്നാലും ഇതിനൊക്കെ അതിന്റേതായ ക്വാളിറ്റി ഉണ്ടാവും അല്ലേ? അതെ, നമ്മളെല്ലാവരും കമ്പനിയിൽ തന്നെയാണല്ലോ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതെ. പിന്നെ ഉള്ളത് ഇത് ഇത്രയും മോഡൽസ്, എക്കണോമി മോഡല്, വില കുറവാണിത്. പിന്നെ ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ വാട്ടർ 18 സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ. 18 സ്റ്റെപ്പ് പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഈ വെള്ളം. അതെ. ഞങ്ങളിപ്പോ പുതുതായിട്ട് ഞങ്ങൾ അതിന്റെ അപ്ഡേഷൻ ചെയ്താണ് കമ്പനി. ടോട്ടൽ റിനോവേറ്റ് ചെയ്തിട്ട് ഒരുപാട് നമ്മൾ കുറച്ച് ഫണ്ട് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെള്ളം നന്നാവട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, കൊടുക്കുന്നത് നന്നാവട്ടെ എന്നുള്ളത്. അതിന്റെ ഇതിലാണ് നമ്മൾ വാട്ടർ 18, അതുകൊണ്ടാണ് 18 എന്നുള്ളത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് തന്നെ അതിന്റെ ഡിസൈൻ അത് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്നിരിക്കുന്ന ബോട്ടിലിനെ കുറിച്ചിട്ടാണ്, പക്ഷെ ഇവിടെ നിങ്ങളിപ്പോ വെള്ളത്തിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന്റെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഉണ്ടോ? വെള്ളത്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് അത് സൈലന്റ് വാലിയാണ് ഞങ്ങളെ കമ്പനി
കമ്പനി ഉള്ളത്. ഈ അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളെ വെള്ളം നിർമ്മിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകത ഉണ്ട്. അത് പിന്നെ ഒരു 4 വർഷം മുമ്പ് മനോരമയ്ക്ക് ഒരു സർവേ ഉണ്ടായിരുന്നു. പലതുള്ളി പെരുവെള്ളം എന്നുള്ളൊരു വെള്ളം, അത് കേരളത്തിലെ ഏറ്റവും ശുദ്ധമായ വെള്ളം എവിടെ കിട്ടുന്നു എന്നുള്ളൊരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേയിൽ മനോരമ കണ്ടെത്തിയത് ഈ സൈലന്റ് വാലി കിടന്ന് കരുവാരക്കുണ്ട് സൈലന്റ് വാലിയിലാണ് ഉള്ളത്. അവിടെയാണ് നമ്മളെ കമ്പനി ഉള്ളത്. വെള്ളത്തിന് പ്രൊഡക്ഷൻ പൊല്യൂഷൻ ഫ്രീ ഏരിയ ആണ്. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് പ്രത്യേക ടേസ്റ്റ്. ഇത് റെയിൽവേ അപ്രൂവ്ഡ് വെള്ളമാണ്. അങ്ങനെയുണ്ട്. അതെ, ഈ സദൺ റെയിൽവേക്ക് 19 കമ്പനിക്ക് മാത്രമേ അപ്രൂവൽ ഉള്ളൂ. അതിൽ ഒരു കമ്പനിയാണ് നമ്മുടെ ക്രിസൽ. പിന്നെ ഉള്ളത് ഈ മോഡലാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ബോട്ടിൽ പെൺകുട്ടിയൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതല്ലേ, ഇത് നമ്മൾ കുട്ടിയൊക്കെയാണ് ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മൾ എക്സിബിഷനിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് കുട്ടികളെ ഇത് എടുത്തുകൊണ്ട് പോകും. ഭയങ്കര ഇഷ്ടപ്പെട്ടത്, നല്ല ക്യൂട്ടാണ്. ഡയമണ്ട്, ഞങ്ങൾ ഇതിന്റെ പേര് ഡയമണ്ട് എന്നാണ് കൊടുത്തില്ല, കാരണം ഡയമണ്ട് ഷേപ്പ് ഉള്ളതുകൊണ്ട് ഡയമണ്ട് എന്നാണ് ഇതിന് നമ്മൾ കൊടുത്തത്. ഇത് മറ്റൊരു ഷേപ്പാണ്. ഇത് ഫാന്റസി എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ ഇത് 300 മില്ലിയാണ് വരുന്നത്. പല ടൈപ്പ് പല ഷേപ്പിലാണ് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും ഇതൊന്നും അല്ല, നമ്മുടെ അടുത്തും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കുന്ന പുതിയ മോഡലാണിത്. ഇതിന്റെ വോൾക്കാൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇത് ടിന്നാണിത്. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ സാധാരണ നമ്മൾ ജ്യൂസ് ഒക്കെ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. ജ്യൂസും ചെയ്യുന്നുണ്ടോ? ഇല്ല, ജ്യൂസ് നമ്മൾ ചെയ്യുന്നില്ല. ഞങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. വെള്ളം മാത്രം. ഇത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. ഇതിലും വെള്ളം നിറച്ചു കൊടുക്കാം. അത് ചെറിയ പൈസ വരുള്ളൂ. ആഹാ, ഇത് ഇതുവരെ നമ്മുടെ കേരളത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതല്ല, ഞാൻ ഇതിനെ ചേർത്ത് പറയാം. ഈ ചില ആളുകൾക്ക് പല ബിസിനസ് കൺസെപ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്ക് ബോട്ടിൽ പല ഷേപ്പുള്ള ബോട്ടിൽ ആവശ്യപ്പെടുന്നുണ്ടാവും. അവരെ പേരിൽ നമുക്ക് ബോട്ടിൽ ചെയ്ത് കൊടുക്കാം. അവരിന് ഒരു മനസ്സിൽ ഇന്ന ബോട്ടിൽ ഷേപ്പ് ആഗ്രഹിച്ച് ഇവിടെ വന്നാൽ മതി. ഇതൊക്കെ നമുക്ക് അതിന് വേണ്ടിയുള്ള ലാബും സംവിധാനങ്ങളുമാണ്. അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ്സിന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ബോട്ടിൽ ഞങ്ങൾ അവർ ആഗ്രഹിക്കുന്ന ബോട്ടിൽ ഞങ്ങൾ ബോട്ടിൽ അടിച്ചു കൊടുക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ബയോഡിഗ്രേഡബിൾ ബോട്ടിൽ വേണമെങ്കിൽ അതും കൊടുക്കും. ഏതാണ് ഇപ്പൊ ഈ ബോട്ടിൽസ് എല്ലാം തന്നെ നമുക്ക് ബയോഡിഗ്രേഡബിൾ അടിക്കാം, പെറ്റ് ബോട്ടിൽ അടിക്കാം, പ്ലാസ്റ്റിക് രണ്ടും അടിക്കാൻ പറ്റും. രണ്ടും ചെയ്യാം. അതെ, അപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നാലും നമ്മൾ എല്ലാ സഹായം നമ്മളോട് ചെയ്തു കൊടുക്കും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കണ്ട 2 ബയോഡിഗ്രേഡബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഞങ്ങൾ നിലവിൽ നിർമ്മിച്ചത്. ആ മോഡൽ പ്രകൃതിക്ക് ദോഷമില്ല എന്ന് പറയുന്നത്. അതെ, പക്ഷെ ഇതെല്ലാം ഈ ഷേപ്പിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബയോഡിഗ്രേഡബിൾ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. ഈ മോഡൽസ് എല്ലാം തന്നെ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്താണ്. ഹോട്ടൽ, റിസോർട്ട്, അതേപോലെ തന്നെ ജ്വല്ലറികൾ, അതുപോലെ കോർപ്പറേറ്റ് കസ്റ്റമർ, അതേപോലെ തന്നെ ചില വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില മോഡൽസ് മാത്രമാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ അതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയ സമയത്ത് നിങ്ങളുടെ ക്രിസലിന്റെ ബോട്ടിൽ ഞാൻ അവിടെ കണ്ടു. ഓക്കെ, ഞങ്ങൾ അമ്മയുടെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ തന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട്. മോഹൻലാൽ എനിക്കൊരു മൊമെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. അത് ശരി. ഓക്കെ, ഇത് മണ്ടയിൽ അലിഞ്ഞ് ചേരും എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട്, ഒരു ആസിഡ് ടെസ്റ്റ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു ആസിഡ് ആണ്. ഇത് ശരിക്കും ബോട്ടിൽ ഇതിനകത്ത് ഇടുമ്പോൾ കണ്ടില്ല, ഇതിന് എടുക്കുമ്പോൾ യാതൊരു മാറ്റം വരുന്നില്ല. ഇത് സാധാ ബോട്ടിലാണ്. സാധാ ബോട്ടിലാണ്. അത് ഇതിന് യാതൊരു കുഴപ്പവും ഇതിൽ സംഭവിക്കുന്നില്ല. ഇല്ല, ഇത് ബയോഡിഗ്രേഡബിൾ ബോട്ടിൽ കണ്ടില്ലേ? ഇത് എടുക്കുമ്പോൾ കണ്ടില്ലേ, ഇത് ഇല്ലാതായി പോകുന്നുണ്ട്. അതെ അതെ, ഇത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. സാധാരണ ഇതിൽ മണ്ണിലും ഇതേപോലെ മണ്ണിൽ അലിഞ്ഞു ചേരും എന്ന് പറഞ്ഞത് സിമ്പിൾ ടെസ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇനി എനിക്കറിയുന്നത് നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതിയാണ്. എവിടെ വരെ നിങ്ങളുടെ ക്രിസലിന്റെ പ്രോഡക്റ്റ് പോകുന്നുണ്ട്? ഇപ്പോ നമ്മൾ ചെയ്യുന്ന 3 സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ട്. തമിഴ്നാട് ചെയ്യുന്നുണ്ട്, കർണാടക ചെയ്യുന്നുണ്ട്, കേരളം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണ്. പക്ഷെ കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു 55 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിലവിലുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് താലൂക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. പല താലൂക്കുകളും കുറച്ച് ബാക്കെൻഡ് കിടപ്പുണ്ട്. ഇപ്പൊ നമ്മൾ 1 ലിറ്റർ കൂടെ പുതിയ തുടങ്ങിയല്ലോ. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേയിലേക്ക് വേണ്ടി പുതിയ അപ്രൂവൽ വന്നതാണ്. റെയിൽവേയിൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പാർട്ടിയിൽ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാറ്ററിംഗ് ഇവന്റ്സുകൾക്ക് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അവർ ബ്രാൻഡിൽ ചെയ്യുന്നുണ്ട്, കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡാണ് കൂടുതൽ ചെയ്യുന്നത്. വെള്ളം ആണ് ഇപ്പൊ നമ്മൾ ക്രിസൽ എന്നുള്ള ബ്രാൻഡാണ് കൂടുതൽ ചെയ്യുന്നത്. ഇനി ബോട്ടിൽ മാത്രം ആവശ്യമുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യും, ബോട്ടിൽ മാത്രമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യും. എത്രയാണ് ക്രിസലിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നല്ലേ. സാധാരണ ബോട്ടിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു ബോട്ടിലിന്റെ വിശേഷമാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രകൃതിക്കൊന്നും വലിയ ദോഷമില്ലാത്ത രീതിയിലുള്ള ഒരു ബോട്ടിലിന്റെ വിശേഷങ്ങൾ. ആ ബോട്ടിൽ മാത്രമല്ല, ഇവിടെ ചെയ്യുന്ന വെള്ളം എങ്ങനെ ചെയ്യുന്നു, എത്രമാത്രം ശ്രദ്ധയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് മാത്രമാണോ, സെലിബ്രിറ്റീസ് വരെ യൂസ് ചെയ്യുന്ന ബോട്ടിൽ വെള്ളത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം, തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വിളിക്കാം, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.